അസ്സലാമലൈക്കും. ഫസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിക്സ്ചറിൻ്റെ റെസിപ്പി ആയിട്ടോ ഞാൻ വന്നിട്ടുള്ളത്. വളരെ കുറച്ച് സാധനങ്ങൾ മതി കേട്ടോ ഈ മിക്സ്ചർ ഉണ്ടാക്കാൻ. നമ്മൾ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങളാട്ടോ അതൊക്കെ. അത് വെച്ചിട്ട് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു മിക്സ്ചർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും കേട്ടോ. അതുകൂടെ നിങ്ങൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് കാണാൻ കഴിയും. പിന്നെ മുത്തുമണീസ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മിക്സ്ചർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ ദാ മിക്സ്ചർ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഈ ബൗളിലേക്ക് 2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഞാൻ നൂൽപുട്ടും പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊടിപ്പിച്ചെടുത്തിട്ടുള്ള പൊടിയാട്ടോ. ഇതിലേക്ക് 1 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുകയാണ്. 1 ടീസ്പൂണ് ഉപ്പാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് 1 സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഇത് കാണാൻ നോക്കുക കേട്ടോ. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിക്സ്ചർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഞാനിതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചെടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിത് കൈ വെച്ചിട്ടാട്ടോ മിക്സ് ചെയ്തെടുക്കുന്നത്. നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. നമ്മൾ നൂൽപുട്ടിനൊക്കെ മാവ് കുഴക്കില്ല, അതേ പരുവത്തിലാട്ടോ നമുക്ക് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചെടുത്താൽ മതി കേട്ടോ, ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ ദാ നമ്മളെ മാവ് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ നൂൽപുട്ടിന് മാവ് കുഴച്ചെടുക്കൂലേ, അതേ ലൂസിലാട്ടോ അത് കുഴച്ചെടുക്കേണ്ടത്. ഇനി മാവിന്ന് കുറച്ചെടുത്തിട്ട് നൂൽപുട്ടിൻ്റെ അച്ചിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മളത് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് വറുത്തെടുക്കാട്ടോ ചെയ്യണത്. അപ്പോൾ അത് അതിൻ്റെ അടുപ്പ് വെച്ചിട്ട് ഞാനിത് അടച്ചു കൊടുക്കുകയാണ്. നമ്മൾ നൂൽപുട്ടൊക്കെ ചുടുന്ന പോലെ തന്നെ, നൂൽപുട്ടാകുമ്പോൾ നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുക ചെയ്യണത്. നമ്മൾ എണ്ണയിലിട്ട് വറുത്ത് കോരും, അത്ര മാറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് വട്ടത്തിലൊന്ന് ചുറ്റിച്ചെടുത്താൽ മതി കേട്ടോ. നമ്മൾ ഈ നൂൽപുട്ട് അച്ചിൻ്റെ ചില്ല് മാറ്റിയിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ വണ്ണല്ലേ മിക്സ്ചർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാ നമ്മളെ മിക്സ്ചറിൻ്റെ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒന്ന് ക്രിസ്പി ആയി കിട്ടാൻ കേട്ടോ, നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് വരണം. അപ്പോൾ അത് അതിൻ്റെ കളറൊക്കെ നല്ലതുപോലെ മാറി വന്നിട്ടുണ്ട്, നല്ലതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് എണ്ണയിൽ നിന്ന് കോരിയെടുത്തിട്ട് ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ ടിഷ്യൂ പേപ്പറിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിലെ എണ്ണയൊക്കെ ആ ടിഷ്യൂ പേപ്പർ വലിച്ചെടുത്തോളും. ഇനി ബാക്കിയുള്ളതെല്ലാം നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയാം, മിക്സർ മുഴുവൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അപ്പം തന്നെ കഴിക്കരുത് കേട്ടോ. നമ്മളൊരു ടിന്നിലേക്ക് കുറച്ച് ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ സാധാ പേപ്പറൊക്കെ ഇട്ട് വെച്ചിട്ട് അതിലേക്ക് മിക്സ്ചർ ഇട്ടിട്ട് അടച്ചു വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ അതിൽ എണ്ണയൊക്കെ ആ ടിഷ്യൂ പേപ്പർ വലിച്ചെടുത്തിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ നമുക്ക് നമ്മളെ മിക്സ്ചറിൽ തീരെ എണ്ണ ഉണ്ടാവില്ല, എണ്ണ കിട്ടും. അപ്പം നമ്മളെ മാവ് മുഴുവനായിട്ടും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള മിക്സ്ചർ ഞാൻ കുറച്ചും കൂടെ വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെയാകുമ്പോൾ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ എളുപ്പമാവും. ഇനി നമുക്കിത് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങണ അതേ ടേസ്റ്റിലുള്ള മിക്സ്ചറായി കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സാധനങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. ഇനി ഞാനിത് കൈവച്ചിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ കൈവച്ചിട്ട് മെല്ലെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ ഇത് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഓവറായിട്ട് പൊടിയരുത് കേട്ടോ. നമ്മളൊരു മിക്സ്ചറിൻ്റെയൊക്കെ വലിപ്പം ഏകദേശം എത്ര നമുക്കറിയാലോ, അതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതാ മിക്സ്ചറിൻ്റെ അതേ വലിപ്പത്തിൽ ഇതൊന്ന് ചെറുതാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടെ സാധനങ്ങൾ എണ്ണയിൽ വറുത്ത് ചേർക്കാനുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ എണ്ണ നല്ലതുപോലെ ചൂടായി കിടക്കുകയാണ്. ഇനി ഞാനതിലേക്ക് കുറച്ച് കടല ഇട്ട് കൊടുക്കുകയാണ്. കടല എണ്ണയിലേക്ക് ഇട്ടെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. തീ നല്ലതുപോലെ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്താൽ മതി. കടല ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുത്താൽ മതി. ഇപ്പോൾ അതാ നമ്മളെ കടല നല്ലതുപോലെ ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഇനി ഞാനിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം, നമ്മൾ സാധാരണ കടല വറുക്കൂല, അതേപോലെ വറുത്തിട്ട് മിക്സ്ചറിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കടല മുഴുവനായിട്ടും കോരിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കടല വറുത്ത എണ്ണയിൽ നിന്ന് ഞാൻ കുറച്ച് ഈ ചട്ടിയിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചിട്ടിട്ട് കൊടുക്കുകയാണ്. ഇതൊരു 8-10 അല്ലിയൊക്കെ ഉണ്ടാവും കേട്ടോ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക, നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് വരണം. അപ്പോൾ അതാ വെളുത്തുള്ളിയുടെ ആ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ മുളക് പൊടി കരിഞ്ഞു പോവും. മുളക് പൊടി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഞാനിതിലേക്ക് കട്ട് ചെയ്തിട്ടുള്ള ഒരു 4-5 ഉണക്കമുളക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തിട്ടോ, അത് കുറക്കാൻ മറന്നുപോയി. അതുകൊണ്ട് തന്നെ മുളക് പൊടി ചെറുതായിട്ടൊന്ന് കരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, തീ നല്ലതുപോലെ കുറച്ച് വെച്ചിട്ട് ഇതൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് എണ്ണയിൽ നിന്ന് കോരിയെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഇതേ ചട്ടിയിൽ തന്നെ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചിട്ട് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഇനി കറിവേപ്പില നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് വരട്ടെ, അതുവരെ നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ കറിവേപ്പില നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് ഈ ചട്ടിയിൽ നിന്ന് കോരിയെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മളെ കറിവേപ്പില മുഴുവനായിട്ട് ഒരു പാത്രത്തിലേക്ക് കോരിയെടുത്തിട്ടുണ്ട്. ഇനി നേരെ പോയിട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള മിക്സ്ചറിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ചെറുതായിട്ടൊരു എരിവൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ആ മുളക് പൊടി ഉപ്പൊക്കെ എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ട് ഈ സ്പൂൺ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ മുളക് പൊടി ഉപ്പൊക്കെ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എണ്ണയിൽ വറുത്തെടുത്തിട്ടുള്ള കറിവേപ്പില, ഉണക്കമുളക്, വെളുത്തുള്ളി എല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള കടല ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് അല്ലെങ്കിൽ കൈ വെച്ചിട്ടൊക്കെ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ കണ്ടില്ല എത്ര പണിയുള്ളൂ കേട്ടോ മിക്സ്ചർ ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കട്ടോ. അപ്പോൾ മുത്തുമണീസ് എല്ലാവരും നമ്മളെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇപ്പം ഞാൻ സ്പൂണൊക്കെ മാറ്റി വെച്ചിട്ട് പെട്ടെന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് കൈ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മളെ മിക്സ്ചർ നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ടല്ലേ. അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും.